ഭൂതങ്ങൾ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ പേടിച്ചുപോയോ? 5 ഭൂതങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഞാൻ ഭൂതപ്രേത പിശാചുക്കളെപ്പറ്റി പറയാൻ വന്നതല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ പഞ്ചഭൂതങ്ങളെ ചെറുതായി പരാമർശിച്ചിരുന്നു. അവ എന്തെന്ന് ലളിതമായി വിവരിക്കുന്നതാണ് ഈ വീഡിയോ. ഒരു വസ്തു അത് എന്തുമായിക്കൊള്ളട്ടെ, സചേതനമാകട്ടെ അചേതനമാകട്ടെ, ആ സൃഷ്ടിയുടെ ഘടകങ്ങൾ പഞ്ചഭൂതങ്ങളാണെന്ന് പണ്ടേ നാം കേൾക്കുന്നതാണ്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് അല്ലേ? ചില സന്യാസിമാരും പണ്ഡിതരും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പഞ്ചഭൂതങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. ബൃഹത്തായ ആ ആശയങ്ങൾ കാര്യമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രവുമല്ല, പല സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. മനസ്സിലായത് ഒരു കാര്യം മാത്രം: പഞ്ചഭൂതങ്ങൾ കൂടി ചേരുന്നത് സൃഷ്ടി, വേർപിരിയൽ മരണം. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ മനുഷ്യന് അറിയില്ല, അജ്ഞാതമാണ്, അജ്ഞേയവുമാണ്, അറിയേണ്ടാത്തതാണ്. എന്നാൽ ചിന്തിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഋഷികൾ ചിലത് പറഞ്ഞു വച്ചിട്ടുണ്ട്.